ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 34 ശ്ലോകം 4. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേനൈവ ദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജഃ യാതേ യാതഃ അസി അയോധ്യാം യാതോസ്യയോധ്യാം സുഖം ഇഹ സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേന ഏകദാ അഥഃ ശത്രുഘ്നേനൈവ ദാധോ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം മാതുലസ്യാധിവാസം താത ആരബ്ധ അഭിഷേകഃ തവ താതാരബ്ധോഭിഷേകസ്തവ കില വിഹിതഃ കേകയാ അധീശപുത്ര്യാ കേകയാധീശപുത്ര്യാ. പദങ്ങൾ. ഹരേ കൃഷ്ണ. இந்த ഒരു ശ്ലോകത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി പരശുരാമരെ ജയിക്കപ്പെട്ടത്, അയോധ്യക്ക് പോയി ചേരപ്പെട്ടത്, ഭരത ശത്രുഘ്നന്മാർ രണ്ടുപേരും മാമാവാത്തുക്ക് പോറത്, രാജ്യാഭിഷേകം ആരംഭിക്കുന്നത്, അഭിഷേക വിഘ്നം, ഇത്രയും വിഷയങ്ങൾ എന്തോ ഒറ്റേ ശ്ലോകത്തിലെ ചൊല്ലിയിരിക്കാം. രുഷാ അന്ധേ ഭൃഗുകുലതിലകേ ആരുന്ധാനേ സ്വതേജഃ സംക്രമയ്യ യാതേ. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ 4 പേരും വിവാഹം കഴിഞ്ഞ് കല്യാണ കോലത്തില് വന്നിരിക്ക. அந்த സമയത്തില് ദശരഥരും ഇരിക്കാർ, വസിഷ്ഠർ ഇരിക്കാർ, എല്ലാരും ഇരിക്കുന്ന സമയത്തില് വന്നിരിക്കർത്ത് നേരെ പരശുരാമര് പറ. പരശുരാമർ എപ്പിടിന്ന് തന്നെ അത് പരശുരാമാവതാരത്തിൽ നമ്മൾ പാപ്പോ 3 സപ്ത കൃത്വേ 3 × 7 3 എന്ന 3 സപ്ത എന്ന 7 3 × 7 21 തരം ഭൂമിയെ പ്രദക്ഷിണം വെച്ച് ഇരിക്കറ ക്ഷത്രിയ കുലത്തെ പൂര ഇല്ലായ്ക്കാക്കറ, ക്ഷത്രിയ സംഹാരമാക്കുക. ക്ഷത്രിയ സംഹാരം ഒഴിഞ്ഞ് അവർ അപ്പടി വന്നിരിക്കുന്ന സമയത്തിലേക്ക് നേരെ ഇവ 4 പേരും 4 കുഴന്തകൾ കല്യാണം കഴിഞ്ഞ് പറ. പരശുരാമരെ പാത്തതും ദശരഥ അപ്പടിയെ മയക്കം പോട്ട് കീഴെ വിഴുന്നൂട്ടാരാ എന്നാണ് വാൽമീകി ரொம்ப അഴകാ ചൊല്ലുവർ. ഇവരിപ്പ എന്താ കുഴന്തകളെ എന്നെ പണ്ണുവരോങ്കറ ഭയം വന്നുകൊടുത്താൻ ദശരഥർക്ക്. വസിഷ്ഠർ ചൊല്ലാതെല്ലാം നല്ലതൊക്കെ നടക്കും, നിങ്ങൾ ഭയപ്പെടാതെങ്കോ ചൊല്ലാൻ ദശരഥർക്ക്. അതിനാൽ കൂടി അപ്പടി ദശരഥർക്ക് അപ്പടി ഒരു ഭയം. കാരണം പൂരാ ക്ഷത്രിയ കുലത്തെയും ഇല്ലായ്ക്കാക്കുന്നതൊക്കെ പറ. ഇവർക്ക് തന്നോട് കുഴന്തയെന്ന് തന്നെ തിരിയും. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാര് ഭഗവാനോട് അവതാരം അംശാവതാരം ആക്കുന്നൊന്നും தெரியாതെ ദശരഥർക്ക് തെരിയുമാനാലും അത് മായയിലെ മറയ്ക്കും. തൻ കുഴന്തയിങ്கிறது മുന്നിക്ക് വന്ന് നിൽക്കും. അപ്പടി വന്ന് പരശുരാമൻ നിന്നതും ഇവരെ പാത്തിട്ട് കേക്കറാരാം, നീ ഏതോ കാലാല കല്ല മുറിച്ച് കല്ല സ്ത്രീ ആക്കിനിയാമേ அப்படின்னு சொல்லி சொல்லுறோம். அப்போ திருப்பி ராமர் கேட்பறாம்,
ആമാം താടകയെ വധം പണിനിയാമേ, ഒരു സ്ത്രീ വധം ശരിയോ ന്യായമോ ഒലിക്കേപ്പരം പരശുരാമൻ. അപ്പോ തിരുപ്പി രാമചന്ദ്രൻ നാനൊന്നും അമ്മാവ കൊല പണ്ണലേ എന്നാ പരശുരാമർ തന്നോട് അമ്മ രേണുകാവയെ വധം പണിന. ആർക്കും തിരിയാത്. രേണുകാവ അത് പരശുരാമാചരിതത്തിൽ നമ്മൾക്ക് അങ്ങ് വിസ്തരിച്ചു ചെല്ലാം. നാനൊന്ന് അമ്മാവ കൊല പണ്ണലേ എലിച്ചില്ല തരാം. അതുക്കപ്പുറം ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മാര് കേപ്പർ ഉടനെ തെരിഞ്ഞിടും. ഭഗവാനോടെ അവതാരമാക്കും. മഹാവിഷ്ണുവേദാൻ പരശുരാമൻ, മഹാവിഷ്ണുവേദാൻ രാമാവതാരൻ, 2 അവതാരങ്ങൾ ചേർന്ന് പാർക്കപ്പെട്ടൊരു സന്ദർഭമാക്കും ഇത്. ഉടനെ തങ്കട്ടിരിക്കറ വൈഷ്ണവ ചാപത്ത്, വൈഷ്ണവ തേജസ് ഇല്ലാത്ത ശ്രീരാമചന്ദ്രമൂർത്തിയെ കൊടുത്തിട്ട് പരശുരാമൻ അപ്പടിയെ തപസ് ചെയ്യപ്പെടുന്നത്. അതൊക്കെ ഒരു സന്ദർഭം. രുഷ അന്ധേ, കോപത്തില് അപ്പടി ഒരു കോപത്തിലിരിക്കപ്പെട്ട പരശുരാമർ തന്നോട് കോപത്തെ മറന്നു വീട്ടാരാ. ഭൃഗുകുല തിലകേ, ഭൃഗുകുലത്തോട് തിലകമാനത് പരശുരാമൻ. ആരും താനേ അങ്ക മുതല്ല തടസ്സമാ നിർത്തറാര. ഇതൊക്കെ കല്യാണ ഇത് പോർത്ത് തടഞ്ഞ് നിർത്തറാര. അരുന്ധാനെ സ്വതേജ, അതുക്കപ്പുറം എന്നെ കൊണ്ടാണ് തന്നോട് കയ്യിലിരിക്കുന്ന വൈഷ്ണവ തേജസ് സംക്രമയ്യ യാതെ തിരുപ്പി രാമചന്ദ്രമൂർത്തിയുടെ കൊടുത്തു വിടുറാരാം. എന്നിട്ട് പോയിടുറാരാം. അയോധ്യാം യാതഹ അസി, അതുക്കപ്പുറം ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി തന്നോട് സഹോദരങ്ങളോട് അയോധ്യക്ക് വന്ന് അയോധ്യയിലെല്ലാവരും ഭഗവാനുക്ക് സ്വാഗതം മണ്ണറാളം. ഹേ കാന്തമൂർത്തേ ത്വം ഇഹ കാന്തയാ സുഖം നിവസൻ അസീഹി. സുന്ദരമൂർത്തിയാണ് കാന്തമൂർത്തി എന്നൊക്കെ. കാന്തിന്ന് അപ്പടി ഒരു അഴകാന. ഹേ രാമചന്ദ്ര പ്രഭു, ഹേ ഗുരുവായൂരപ്പ, നിങ്ങൾ அந்த சீதா பிராட்டியோட ராஜதானியில கொஞ்ச நாளைக்கு சுகமாயிருந்தாள். അഥ ഏകദ, அப்படி இருக்கிறதே ഒരു നാളേക്ക് ഭരതേ ശത്രുഘ്നേന മാതുലസ്യ അധിവാസം ഗതവതി. ഭരതനും ശത്രുഘ്നനുമാ ചേർന്ന് കേകയ രാജധാനിയില് തന്നോട് മാമാവാത്തക്ക് പോയിരുന്ന. താതാരബ്ധഃ തവ അഭിഷേകഃ കേകയാധീശപുത്രിയാ വിഹതഃ കില. എന്ന സമയത്തിലേക്കും താതാരബ്ധഃ അപ്പ വന്ന് കൂപ്പിടുறார். രാമ ഉടനെ ഏതോ ദിടീർന്ന ഒരു ഡിസിഷൻ എടുത്തുവിട്ടാർ ദശരഥൻ. നാളേക്ക് രാമർക്ക് അഭിഷേകം. തന്നോട് ബന്ധുക്കളെല്ലാം അറിയിക്കണ്ടാവാ. സീതയുടെ അതൊക്കെ അറിയിച്ചാരോ എന്നോ തിരിയല്ലേ. തന്നോട് ചമ്മന്തി കൊണ്ടാട്ടിയോട് അപ്പാമാരെല്ലാം അറിയിക്കണ്ടാമ. അങ്കെല്ലാം അറിയിച്ചതാന്ന് ചൊല്ലറതില്ലേ വാൽമീകി. ദിടീർന്ന് നാളേക്ക് കാർത്താല അഭിഷേകം ചൊല്ലാർ. அதுக்கு വേണമെങ്കിற സാമാനങ്ങളെല്ലാം വസിഷ്ഠർ ചൊല്ലി ഏർപ്പാട് പண்றார். വസിഷ്ഠർ വന്ന് രാത്രി രാമരും സീതയും ഇരിക്കപ്പെട്ട അരണ്മണിക്ക് വന്ന് ചൊല്ലറാ. നാളേക്ക് അഭിഷേകം. നിങ്ങൾ இன்னைக்கு കാർത്താല ചീക്കരമേണ്ടത് കുളിച്ച് എല്ലാ ദാനങ്ങളെല്ലാം കൊടുത്ത് വന്ന് അഭിഷേകத்துக்கு ரெடியா வாங்கோ. வரத்துக்கு முன்னாடி அம்மாவை போய் பார்த்து நமஸ்காரம் பண்ணி அம்மாவோட ஆசீர்வாதம் வாங்கணும். அதுக்கப்புறம் அப்பாவை போய் பார்த்து ആശീർവാദം വാങ്ങി അപ്പുറം നേരെ അരൺമണിക്ക് രാജധാനിക്ക് വരണം. ഇത് നടക്കപ്പെട്ട സഭയ്ക്ക് വരണം. അന്നേക്ക് രാത്രി ഇതായിരിക്കണം, ഒരിക്കലായിരിക്കണം. അപ്പടി എല്ലാം ചൊല്ലി കൊടുത്തിട്ട് രാമരട്ടൻ സീതേട്ടൻ ചൊല്ലിയിട്ട് പോറാറ് വസിഷ്ഠർ പോയി രണ്ടുപേരും. അപ്പൊ സീത കൊഞ്ചം എക്സൈറ്റഡ് ആയിരുന്നാളോ എന്നോ തിരിയല്ലേ. രാമർക്ക് അഭിഷേകം ചൊന്നാലും ശരിതാൻ, ഇല്ലേ ചൊന്നാലും എല്ലാം ഒരേമാതിരി പാക്കപ്പെട്ട ഒരു രീതിയൊക്കെ. അടുത്ത നാളെ കാർത്താല പാത്തയച്ച കേകയാധീശപുത്രിയാഹ, കൈകേയ രാജപുത്രി കൈകേയി വന്നിട്ട് വിഹതഹ കില, യാഗം നടത്തപ്പെടാതെങ്கிறது இந்த ഒരേ രാത്രിയിലെല്ലാം മാറി മറിഞ്ഞെടുത്തു. അങ്ക മന്ധരയോട് നാവില് സരസ്വതി ദേവിയെ ചൊല്ലി അനുഭവം ദേവാക്കളെല്ലാം
എന്നാ ഭഗവാൻ ഇങ്ങനെ രാജ്യാഭിഷേകം കഴിഞ്ഞ് രാജാവായിരുന്നു കഴിഞ്ഞ രാവണവധം ആര് പണുവാ? ഭൂമിയോട് എന്താ ഭൂഭാരം കുറയ്ക്കണം, അസുരാളെല്ലാം ഇല്ലാതെക്കാക്കണം. കാട്ടിലെത്രയോ പേര് കാത്തുനിന്നിരിക്ക രാമനെ പാക്കറത്തേക്ക്. ഒരു ഋഷിമാരും അവൾക്കെല്ലാം ദർശനം കൊടുക്ക വേണ്ടാമ. ശബരിപ്പാട്ടി ഒക്കാന്തിരിക്ക അവൾക്ക് ദർശനം കൊടുക്ക വേണ്ടാമ. എത്ര വർഷമാ ശബരി അങ്ങ ദിനം ദിനം പഴം പറിച്ചു വെക്കറ. രാമൻ ഇന്നേക്ക് വരുവർ നാളേക്ക് വരുവർ ചൊല്ലി തന്നോട് ഗുരു ചൊന്നത്തെ വെച്ചത്. അവൾക്കെല്ലാം ദർശനം കൊടുക്ക വേണ്ടാമ. അതുക്കാ വേണ്ടി അന്ത സരസ്വതി ദേവിയെ കൈകേയിയോട് നാവിലെയും അതേമാതിരി മന്ധരയോട് ബുദ്ധിയിലെയും കൊണ്ടുവിട്ടിട്ട് ഇന്നമാതിരി ചൊല്ല വെപ്പ അപ്പടിന്നൊക്കെ ചൊല്ലുക. ഇത്രയും വിഷയങ്ങൾ എന്താ ഒരു ശ്ലോകത്തിലിരിക്കും. ഇനി അടുത്ത ശ്ലോകത്തില് ഭഗവാനോട് വനയാത്ര, ഗുഹസംഗമം, ജടാവൽക്കരണം, ഗംഗാധരണം, ഭരദ്വാജ ദർശനം, ചിത്രകൂട പ്രവേശം, ഇത്രയും അടുത്ത ഒരു ശ്ലോകത്തില് പാക്കാം. ഹരേ കൃഷ്ണ.